ഇപ്പോൾ പ്രവീൺ പുരുഷോത്തമൻ കൂടി പത്തനംതിട്ടയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, NM രാജു പറയുന്ന 2 കോടി രൂപ ആന്റോ ആന്റണി സമ്മതിച്ചിട്ടില്ല, പക്ഷേ പണം വാങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു. ആന്റോ ആന്റണി ഇനിയും വ്യക്തമാകാത്തത് എത്ര പണം NM രാജുവിൽ നിന്ന് വാങ്ങി, എത്ര പണം തിരിച്ചു കൊടുത്തു, അതിന്റെ സോഴ്സ് എന്താണ്? നമ്മൾ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പിന്റെ സമയത്ത് അദ്ദേഹം കൊടുത്ത അഫിഡവിറ്റിന്റെ ഡീറ്റെയിൽസ് എടുത്തിരുന്നു. അതിൽ പക്ഷേ ഇങ്ങനെയൊരു പണം കാണിച്ചിട്ടുമില്ല. ഏതെങ്കിലും തരത്തിൽ ലോണായിട്ട് പണം എടുത്തിട്ടുണ്ട് എന്നുള്ളത് കാണിച്ചിട്ടുമില്ല എന്നുള്ളതാണ്. ചെറിയതല്ല, ചെറിയ തുകയല്ല, 2 കോടി രൂപ എന്നാണ് രാജു പറയുന്നത്. ഇത് പക്ഷേ അതേപടി ആന്റോ ആന്റണി അംഗീകരിക്കുന്നില്ല. പക്ഷേ ഈ കണക്കുകളിൽ ഈ നിമിഷം വരെയും വ്യക്തത വരുത്താൻ ആന്റോ ആന്റണിക്ക് സാധിച്ചിരുന്നോ? അരുൺ, CPIM മുൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനുവാണ് ഈ ഒരു കാര്യം ആദ്യം തുറന്നു പറഞ്ഞത്. അതായത് NM രാജു ആന്റോ ആന്റണിക്ക് ഇത്രയും തുക കൊടുക്കുന്നു, അത് തന്ത്രിയുടെ നിക്ഷേപം NM രാജുവിൻ്റെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ഉണ്ടായിരുന്നു, ആ പണമാണ് ആന്റോ ആന്റണി MP പിൻവലിച്ചത് എന്ന ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം CPIM മുൻ പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി KP ഉദയഭാനു ഉന്നയിച്ചിരുന്നു. അതിനെ തുടർന്നാണ് വീണ്ടും NM രാജു ഒരു വാർത്താസമ്മേളനം നടത്തി തൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചത്. അതിന് തൊട്ടുപുറകെ ആന്റോ ആന്റണി MPയും ഒരു വാർത്താസമ്മേളനം നടത്തിയിരുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഒന്ന്, ഈ KP ഉദയഭാനു പറഞ്ഞ ആരോപണങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി ആന്റോ ആന്റണി MPക്ക് നൽകാൻ കഴിഞ്ഞില്ല. ഒപ്പം തന്നെ NM രാജു സ്ഥിരീകരിക്കുന്നുണ്ട് താൻ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത്, അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് 2 കോടിയിലധികം രൂപ ആന്റോ ആന്റണി MPക്ക് കൈമാറിയിരുന്നതായി. അത് തെരഞ്ഞെടുപ്പിന് ശേഷം 6 മാസങ്ങൾക്ക് ശേഷം ആ പണം തിരികെ ചോദിച്ചു. പക്ഷേ ആ പണം തിരികെ കിട്ടിയില്ല, കുറച്ച് പണം മാത്രമാണ് തിരികെ കിട്ടിയത് എന്ന രീതിയിൽ ഈ NM രാജുവും വ്യക്തമാക്കിയിരുന്നു. പക്ഷേ ആന്റോ ആന്റണി വാർത്താസമ്മേളനത്തിൽ ആ തുക എത്രയാണെന്നുള്ള കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയിരുന്നില്ല. ആവർത്തിച്ച് ചോദിച്ചപ്പോൾ പോലും എത്ര തുക വാങ്ങിയെന്നോ എത്ര തുക തിരികെ കൊടുത്തെന്നോ വ്യക്തമാക്കിയിരുന്നില്ല. പക്ഷേ ഇതിൽ ഏറ്റവും ഗുരുതരമായിട്ടുള്ളത്, ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സ്ഥാനാർത്ഥികൾ അവർ എത്ര തുക ചെലവാക്കി, എങ്ങനെയൊക്കെ തുക ചെലവാക്കി എന്നതിൻ്റെ വിശദാംശങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുക്കണമായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൊടുത്ത വിശദാംശത്തിൽ ഈ ഒരു 2 കോടിയിലധികം രൂപയുടെ കാര്യം പരാമർശിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എന്തിനു വേണ്ടി ആന്റോ ആന്റണി MP വാങ്ങിച്ചു, എത്ര തുക വാങ്ങിച്ചു തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആന്റോ ആന്റണിയുടെ ഒരു പ്രതികരണം നമുക്ക് ഇതിനിടയിൽ എടുക്കണം. ഇപ്പോൾ നമുക്ക് നേരത്തെ NM രാജു നമ്മളോട് പറഞ്ഞത് നമുക്കൊന്ന് കേൾക്കാം. 2 കോടി രൂപ കൊടുത്തിരുന്നു, അതിൽ 20 ലക്ഷം രൂപ തന്നു, ബാക്കിയുള്ള കാശ് അതിന്റെ പലിശയും തരാനുണ്ട്. ഒരു അസ്വാഭാവികതയുമില്ല, ഒരു സുതാര്യത കുറവുമില്ല, അതെല്ലാം രേഖകളിലുള്ളതാണ്. ഞാൻ അതിനകത്ത് ക്ലെയിം ചെയ്യുന്നു, ആന്റോ അത് അംഗീകരിക്കത്തില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല. 2 മാസം കഴിയുമ്പോൾ ഞാൻ തരാം, ബാംഗ്ലൂരിൽ ഇടപാട് നടക്കുന്നുണ്ട്, അത് നടന്നു കഴിയുമ്പോൾ ഞാൻ തരാം, അങ്ങനെ തരാം, ഇങ്ങനെ തരാം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പ്രതിസന്ധിയിലായി കഴിഞ്ഞപ്പോൾ ഇവർ ഓരോരുത്തരും മാറി മാറി ആന്റോയുമായിട്ട് സംസാരിച്ചു. പക്ഷേ നിർഭാഗ്യവശാൽ എനിക്ക് അതിനകത്ത് വേദനയും സങ്കടവും വളരെയേറെ ദുഃഖവും എനിക്കുണ്ട്. എന്റെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ പോലും ആന്റോ ആ വിഷയത്തിൽ ഒരു മനസ്സാക്ഷ്യപരമായിരിക്കുന്ന നിലപാടെടുക്കാൻ ആന്റോ തയ്യാറായില്ല. ആ കാര്യത്തിൽ ആന്റോ കാണിച്ചത് ഗുരുതരമായിരിക്കുന്ന മനസ്സാക്ഷിയില്ലായ്മയാണ്. ഇതാണ് NM രാജു പറഞ്ഞത്. ഇതിന് മറുപടിയായിട്ട് ആന്റോ ആന്റണി പറഞ്ഞതുകൂടി നമുക്ക് ക്ഷമിക്കണം, ആന്റോ ആന്റണി പറഞ്ഞതുകൂടി നമുക്ക് അല്പസമയത്തിനുള്ളിൽ കേൾക്കാം. ഞാൻ ഒരിക്കൽ കൂടി പ്രവീണിലേക്ക് വന്നു. പ്രവീൺ, ഇതാണ് ആന്റോ ആന്റണി MP പൈസ വാങ്ങി എന്നതിനെ കുറിച്ച് NM രാജു പറഞ്ഞത്. വളരെ കൃത്യമായിട്ട് പറയുന്നത് രേഖകളുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ രേഖകളുണ്ട് എന്ന് NM രാജു പറയുമ്പോഴും ആന്റോ ആന്റണി അത് നിഷേധിക്കുകയാണ്, അല്ലേ? അതെ അരുൺ, ഈ NM രാജു എന്നുള്ളത് നേരത്തെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ അധ്യക്ഷനായിരുന്നു. ആ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം തന്നെ ഈ വാർത്താ സമ്മേളനത്തിലൊക്കെ പറയുന്നുണ്ട്, റാന്നിയിൽ സീറ്റ് ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവിടെ പകരം കേരള കോൺഗ്രസ് എമ്മിൻ്റെ പ്രമോദ് നാരായണൻ ആണ് അവിടെ മത്സരിച്ചത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ ധാരാളം മണി ട്രാൻസാക്ഷൻസ് നടന്നതായി വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. സ്വാഭാവികമായും NM രാജുവിൻ്റെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ, നെടുമ്പറമ്പിൽ സിൻഡിക്കേറ്റ് എന്ന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ആരൊക്കെ നിക്ഷേപിച്ചിട്ടുണ്ട്, എത്ര രൂപയാണ് നിക്ഷേപിച്ചിട്ടുള്ളത്, ആരൊക്കെ അത് പിൻവലിച്ചിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ED സ്വാഭാവികമായും അന്വേഷണത്തിലേക്ക് പോകും. അങ്ങനെ ഒരു അക്കൗണ്ടിലാണോ ഈ പറഞ്ഞ ട്രാൻസാക്ഷൻസ് നടത്തിയിരിക്കുന്നത് എന്നാണ് പ്രധാനമായും ED പരിശോധിക്കുക. അതേസമയം തന്നെ ഈ ആന്റോ ആന്റണി MPക്ക് പണം കൊടുത്തത് എങ്ങനെയാണ്, അത് നമുക്കറിയാം. ഇത്രയധികം രൂപ കൊടുക്കണമെന്നുണ്ടെങ്കിൽ അതിന് നിയമപരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് അക്കൗണ്ട് വഴിയാണോ അല്ലെങ്കിൽ ക്യാഷായിട്ട് ഇത്ര രൂപ മാത്രമേ അത് കൊടുക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ നിയമമുള്ള ഒരു രാജ്യം കൂടിയാണ്. അപ്പോൾ ഇത്രയധികം രൂപ എങ്ങനെ ആന്റോ ആന്റണി MPയുടെ പക്കലേക്ക് വന്നു? ഇനിയിപ്പോൾ ഈ പറയുന്ന 20 ലക്ഷം ആണെങ്കിൽ പോലും തിരിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഏത് അക്കൗണ്ടിലേക്കാണ് തിരിച്ചു കൊടുത്തത്, അത് എങ്ങനെയാണ് തിരിച്ചു കൊടുത്തത്
തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം NM രാജു മറുപടി പറയേണ്ടി വരും. അതായത് NM രാജുവിൻ്റെ ആ പൊട്ടിപ്പോയ ആ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ ആർക്കൊക്കെ നിക്ഷേപമുണ്ടായിരുന്നു, ആർക്കൊക്കെ പണം കൊടുത്തിട്ടുണ്ട്, എത്ര പണം കൊടുത്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ വിശദമായിട്ടുള്ള അന്വേഷണം ED ഏതായാലും നടത്തും. ഏതായാലും ഒരു കാര്യം ഉറപ്പാണ്, നേരത്തെ തന്നെ നാം റിപ്പോർട്ടർ TV തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്, അന്വേഷണം EDയുടെ അന്വേഷണം ഒരുപക്ഷെ ആന്റോ MP നീളും എന്നുള്ളത്. അങ്ങനെ വരുമ്പോൾ എത്ര രൂപ വാങ്ങിച്ചിട്ടുണ്ട്, എത്ര രൂപ NM രാജുവിന് തിരികെ കൊടുത്തിട്ടുണ്ട്, അതിന്റെ സോഴ്സ് എന്താണ്, എങ്ങനെയാണ് പണം കൈമാറിയത്, ചെക്കായിട്ടാണോ ബാങ്ക് അക്കൗണ്ട് വഴിയാണോ അല്ലെങ്കിൽ പണമായിട്ടാണോ, ഇത്തരം കാര്യങ്ങളിലെല്ലാം സ്വാഭാവികമായും EDയുടെ ഒരു അന്വേഷണത്തിൽ ആന്റോ MP മറുപടി പറയേണ്ടി വരും. ഏറ്റവും ഒടുവിൽ ആന്റോ MP ഇക്കാര്യത്തിൽ മറുപടി പറഞ്ഞത് വാങ്ങിയ തുക താൻ തിരികെ നൽകിയിട്ടുണ്ട് എന്ന് മാത്രമല്ല. കേട്ടിട്ട് വരാം പ്രവീൺ പുരുഷോത്തമൻ. ആന്റോ ആന്റണി പറഞ്ഞതും പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി കേൾക്കാം. എൻ്റെ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ എന്നെ ആളുകൾ സഹായിക്കാറുണ്ട്, അല്ലാതെ എൻ്റെ സ്വന്തമായിട്ട് പണമൊന്നുമില്ല. അപ്പം ആളുകൾ സഹായിക്കും, അതുകൊണ്ടാണ് ഇലക്ഷൻ്റെ പ്രചരണങ്ങളൊക്കെ നടന്നു പോകാറുള്ളത്. ഇവിടെ കോടാനുകോടി ഉറുപ്പികയുടെ കള്ളപ്പണം രണ്ട് മുന്നണിയായിട്ട് ഇവിടെ ഒഴുകുകയാണ്. എനിക്ക് ഇലക്ഷൻ പിടിച്ച് നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു. കാരണം എൻ്റെ ഇലക്ഷൻ പലപ്പോഴും നിന്നു പോയെന്ന് പോലും തോന്നി. കാരണം ഭരണത്തിലിരിക്കുന്ന രണ്ട് മുന്നണി ഒഴുക്കുന്ന കോടി എത്രയാണെന്നുള്ളത് നിങ്ങളെല്ലാം കണ്ടുകൊണ്ടിരുന്നു. അപ്പം അതെന്നെ സഹായിച്ചിട്ടുണ്ട്, അന്ന് ഈ രാജു എന്നെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ അത് തെരഞ്ഞെടുപ്പിന് അന്നദ്ദേഹം UDFൻ്റെ നേതാവാണ്. അതുപോലെ പലരും എന്നെ സഹായിച്ചിട്ടുണ്ട്. പിന്നെ തെരഞ്ഞെടുപ്പ് അങ്ങനെ സഹായിക്കാതെ ഒരു കോൺഗ്രസ് സ്ഥാനാർത്ഥിക്കും സർവ് ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ എല്ലാ സ്ഥാനാർത്ഥിക്കും എത്രയാണ് കടമെന്നുള്ളത് അവരൊക്കെ ഞങ്ങളോട് സ്വകാര്യമായിട്ട് ഷെയർ ചെയ്യാറുണ്ട്. കാരണം അങ്ങനെ പറ്റുള്ളൂ. കാരണം കോൺഗ്രസിന് പണമില്ല. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ പണം വേണമെന്ന് പറഞ്ഞു. ആ പണം ഞാൻ തിരിച്ചു കൊടുത്തു. പക്ഷേ തിരിച്ചു കൊടുത്തില്ല എന്നതാണ് NM രാജു പറയുന്നത്. ഈ വാർത്ത ആദ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് റിപ്പോർട്ടറാണ്, ശരണാണ് ഈ വാർത്തയുടെ പിന്നാലെയുള്ളത്. ഇപ്പോൾ ED രാജുവിനെ ചോദ്യം ചെയ്യുകയാണ്. രാജുവിൽ നിന്ന് ആന്റോ ആന്റണിയിലേക്ക് എത്തുമോ, തന്ത്രിയിലേക്ക് എത്തുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം.